നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നു. ഓഗസ്റ്റ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം സർക്കാർ പൂർത്തിയാക്കുകയാണ്. 2000 രൂപ വീതം നമുക്ക് ഇതിനോടകം ലഭിച്ചു കാണും. ഇനി പ്രവാസി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് പ്രവാസി ക്ഷേമ പെൻഷൻ്റെ വിതരണത്തിന് ആവശ്യമായിട്ടുള്ള 32 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ ഉത്രാട സമയത്ത് അത് അക്കൗണ്ടിലേക്ക് ലഭ്യമാകേണ്ടതായിരുന്നു. വിതരണം തടസ്സപ്പെട്ടിട്ടുണ്ട്. ബാങ്ക് ഹോളിഡേയ്സ് ആയതുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ വിതരണത്തിൽ തടസ്സം വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സർക്കാർ ഓഫീസുകളും ഇപ്പോൾ അവധിയാണ്. അപ്പോൾ അതിനൊക്കെ ശേഷം, ഓണത്തിന് ശേഷമേ ഒരുപക്ഷേ ഈ ആനുകൂല്യം അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളൂ. ഇനി ഈ ആനുകൂല്യമെല്ലാം മുടങ്ങാതെ ലഭിക്കുന്നവർ, പെൻഷൻ തുകയൊക്കെ മുടങ്ങാതെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും, അതായത് നമ്മളുടെ സംസ്ഥാനത്ത് 63 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാം സെപ്റ്റംബർ മാസം മുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ട, അല്ലെങ്കിൽ സെപ്റ്റംബറിൽ തന്നെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മളുടെ മസ്റ്ററിംഗ് ആണ്. മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സെപ്റ്റംബർ മാസം 30-ാം തീയതി വരെ ഇത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും മസ്റ്ററിംഗ് നമ്മൾ പൂർത്തിയാക്കണം. എങ്കിൽ മാത്രമേ ഒക്ടോബർ മാസം മുതൽ ധനസഹായത്തിന് അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ. ഇതിനോടകം ഇത് പൂർത്തിയാക്കിയവർ നമ്മളുടെ സ്മാർട്ട് ഫോണിൽ പെൻഷൻ വെബ്സൈറ്റ് ആയിട്ടുള്ള സേവന പോർട്ടലിൽ കയറി ആധാർ നമ്പർ കൊടുത്ത് സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക. ഈ മസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാകും. ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ രീതിയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് തടസ്സങ്ങളില്ല. ഇനി അത് ശരിയായിട്ടില്ല എങ്കിൽ വേണ്ട ക്രമീകരണം നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യണം. കിടപ്പുരോഗികളാണെങ്കിൽ നമ്മളുടെ വീടുകളിൽ തന്നെ ചെയ്യുന്നതിനുള്ള സംവിധാനമുണ്ട്. ഹോം മസ്റ്ററിംഗ് എന്ന് പറയുന്ന സംവിധാനം 50 രൂപയാണ് അതിൻ്റെ ചാർജ് വരുന്നത്. പക്ഷേ നമ്മളുടെ മേൽവിലാസവും ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലും വാർഡ് മെമ്പറുടെ പക്കലും അറിയിക്കുക തന്നെ വേണം. ഇനി അക്ഷയ കേന്ദ്രങ്ങളിൽ പോകാൻ മടിയായതുകൊണ്ട് വീട്ടിലെത്തി ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കരുത്. നിലവിൽ ആരോഗ്യവാനായ ഒരു വ്യക്തി വീടുകളിൽ ചെയ്യുന്ന രീതിയിലേക്ക് ഓപ്ഷൻ എടുക്കുകയാണ് എങ്കിൽ, അദ്ദേഹം മനഃപൂർവ്വമാണ് നേരിട്ട് എത്താതെ വന്നിട്ടുള്ളത് എങ്കിൽ, അങ്ങനെയുള്ളവരുടെ റിപ്പോർട്ട് കൃത്യമായിട്ട് കൊടുക്കണമെന്നുള്ള നിർദ്ദേശവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. 50 രൂപ 30 രൂപയാണ് ഇതിന് ചാർജുകൾ വരുന്നത്. നേരിട്ട് പോയി ചെയ്യുമ്പോൾ 30 രൂപ, വീട്ടിലെത്തി ചെയ്യുമ്പോൾ 50 രൂപ. അപ്പോൾ ചെറിയൊരു ലാഭം നോക്കി വീട്ടിൽ തന്നെ ചെയ്യുന്നതിന് വേണ്ടി ചിലപ്പോൾ ആവശ്യപ്പെട്ടേക്കാം. പക്ഷേ അർഹതയുള്ളവർക്ക്, അതായത് തീരെ അവശത അനുഭവിക്കുന്നവർക്ക്, ഭിന്നശേഷിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക്, അതോടൊപ്പം തന്നെ മറ്റ് മാനസിക വൈകല്യങ്ങൾ, ശാരീരിക വൈകല്യങ്ങളുള്ളവർക്ക്, അപ്പോൾ അങ്ങനെ തീരെ അവശതയുള്ള കിടപ്പ് രോഗികൾക്കൊക്കെ വേണ്ടി, അല്ലെങ്കിൽ അത്രയും വൈയായിക ഉള്ള വ്യക്തികൾക്കൊക്കെ വേണ്ടിയാണ് ആ സംവിധാനം എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമ്മൾ ദുരുപയോഗം ചെയ്യാതിരിക്കുക. അർഹതയുള്ളവർക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കട്ടെ. ഇനി ഇതോടൊപ്പം തന്നെ മസ്റ്ററിംഗ് നമ്മൾ സെപ്റ്റംബർ മാസം 30-ന് മുൻപ് പൂർത്തീകരിച്ചു എന്നിരിക്കുക നമുക്ക് ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, 24 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്നവരുമുണ്ട്, സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവരുമുണ്ട്. അങ്ങനെയുള്ള പലർക്കും വീടുകളിൽ ആനുകൂല്യം വിതരണം ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. ഡയറക്റ്റ് ഹോം എന്നാണ് ആ സംവിധാനത്തിൻ്റെ പേര്. അതുകൊണ്ട് തന്നെ കിടപ്പ് രോഗികൾ, അല്ലെങ്കിൽ മറ്റ് അവശത അനുഭവിക്കുന്നവർ, ബാങ്കിൽ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ളവർ, അല്ലെങ്കിൽ മറ്റ് ഓൺലൈൻ സംവിധാനങ്ങളെപ്പറ്റി ധാരണയില്ലാത്തവർ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരുപാട് ആശ്വാസകരമായിരുന്നു നിലവിൽ വീടുകളിലെത്തിയുള്ള ഈ പെൻഷൻ വിതരണം. സഹകരണ ബാങ്കുകളെയാണ് ഇതിനുവേണ്ടി ചുമതലപ്പെടുത്തിയിരുന്നത്. മുൻ സർക്കാരാണ് ഈ സംവിധാനം കൊണ്ടുവന്നതും. എന്നാൽ അതിലിപ്പോൾ മാറ്റം വരുത്തുന്നതിന് വേണ്ടി തീരുമാനം വന്നിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ ഒരു തീരുമാനം വരുന്നത്. അതായത് വീടുകളിൽ ആനുകൂല്യം വാങ്ങുന്നവർ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വളരെ വൈകാതെ സബ്മിറ്റ് ചെയ്യണമെന്നൊരു നിർദ്ദേശം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ തീയതി ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല. ഓണക്കാലത്ത് നമുക്ക് സാധാരണ രീതിയിൽ തന്നെ ലഭിച്ചു. എന്നാൽ ഇതിന് ശേഷം സെപ്റ്റംബർ മാസമോ അല്ലെങ്കിൽ ഒക്ടോബർ മാസങ്ങളോടെയോ, അതായത് സെപ്റ്റംബർ മാസം 30 വരെയൊക്കെ മസ്റ്ററിംഗ് ഉണ്ട്, അതിനൊക്കെ ശേഷം ഒരുപക്ഷെ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. ബാങ്ക് അക്കൗണ്ട് നിലവിലുള്ളവർ അത് ആക്റ്റീവാക്കി എടുക്കുക. ഇല്ലാത്തവർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ സെപ്റ്റംബർ മാസം നടത്തേണ്ടതാണ്. കാരണം ഇനി പരമാവധി ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടിലേക്ക് ആധാർ വഴി സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് DBT പ്രോസസ്സ് വഴിയായിരിക്കും ആനുകൂല്യം എത്തിച്ചേരുക. അപ്പോൾ സർക്കാർ വിതരണം ചെയ്യുന്ന സമയത്ത് തന്നെ ആനുകൂല്യം അക്കൗണ്ടിലെത്തും. അത് നമ്മുടെ വീട്ടിലെ മറ്റാർക്കെങ്കിലുമൊക്കെ സുഖമായിട്ട് കൈകാര്യം ചെയ്ത് തുക എടുത്തു കൊടുക്കാൻ സാധിക്കുന്നേ ഉള്ളൂ. ATM കാർഡുകളുണ്ടാകും, ഓൺലൈൻ ട്രാൻസാക്ഷനുകളുണ്ടാകും. അങ്ങനെയൊക്കെ വരുമ്പോൾ സുഗമമായിട്ട് പണമിടപാടുകൾ നടത്താൻ സാധിക്കുന്നതുമായിരിക്കും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, പെൻഷൻ ഗുണഭോക്താക്കളിൽ നിലവിൽ പരിശോധനകളൊന്നും ഇപ്പോൾ നടക്കുന്നില്ല. വരുമാന സർട്ടിഫിക്കറ്റ് നിർദ്ദേശങ്ങൾ ഇപ്പോഴില്ല. അതോടൊപ്പം തന്നെ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് നിർദ്ദേശങ്ങൾ ഇപ്പോഴില്ല. മുൻപ് ഇതെല്ലാം സമർപ്പിക്കാനുള്ള സമയപരിധി സർക്കാർ നൽകിയിരുന്നു. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ആനുകൂല്യം മുടങ്ങാതെ ലഭിച്ചുകൊണ്ടിരിപ്പുണ്ട്. മറ്റ് രേഖകൾ സമർപ്പിക്കാനുള്ള നിർദ്ദേശമൊന്നും ഇപ്പോൾ വന്നിട്ടില്ല. ഇനി കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ ആനുകൂല്യം 200 രൂപ മുതൽ 500 രൂപ വരെ വാങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമുക്ക് തുടർന്നും ആ രീതിയിൽ തന്നെയായിരിക്കും ലഭിക്കുക. അത് ഒരുമിച്ച് 2000 രൂപ എന്ന രീതിയിൽ നമുക്ക് ലഭിക്കുകയില്ല. നമ്മളുടെ വാങ്ങുന്ന പെൻഷൻ്റെ തരവും അതോടൊപ്പം തന്നെ പ്രായപരിധിയും അടിസ്ഥാനമാക്കിയാണ് 200 രൂപ മുതൽ 500 രൂപ വരെ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ എന്നീ ഗണത്തിൽ ഉൾപ്പെടുത്തി അവർക്ക് ആ തുക ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആ രീതിയിൽ തന്നെ ആധാരമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലേക്ക് ലഭിക്കുക തന്നെ ചെയ്യും. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.